എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഡിസംബർ 31 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഈ മാസം നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി മറികടന്ന് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി LDF കേരള യാത്രക്ക് ഒരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ 12 മുതൽ സമരം ആരംഭിക്കും. 15 മുതൽ 22 വരെ വീടുകൾ കയറി നേതാക്കൾ ജനങ്ങളെ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കും. ഇതിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജനുവരി മാസത്തെ പെൻഷനും നേരത്തെ നൽകിയേക്കാം. മാത്രമല്ല, വരുന്ന ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് കാത്തിരിക്കുന്നതും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒന്നടങ്കം സമരത്തിന് ഇറങ്ങുകയാണ്. അമിത ആത്മവിശ്വാസവും സംഘടനാ ദൗർബല്യങ്ങളും പ്രാദേശിക വീഴ്ചകളും തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നയിച്ചു എന്ന വിലയിരുത്തലിന് പിന്നാലെയാണ് ഇത് പരിഹരിക്കാൻ വലിയ സമരപരിപാടികളും മറ്റും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മറ്റത്തൂരിലെ കൂറുമാറ്റം അടക്കം ആയുധമാക്കി കോൺഗ്രസിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി ചൂണ്ടിക്കാട്ടി BJP-ക്കെതിരെയുമുള്ള പ്രചാരണം നടത്തുകയാണ് ലക്ഷ്യം. ജനുവരി 15 മുതൽ 22 വരെ കേരളത്തിലെ എല്ലാ വീടുകളും സന്ദർശനം നടത്തി പാർട്ടിക്കുണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് തുറന്ന സംവാദത്തിന് തയ്യാറാകും. പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചക്കകം നീണ്ടു നിൽക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുക്കും. ജനുവരി 22-ന് ശേഷം കുടുംബയോഗങ്ങൾ നടത്തും. ഒരു വാർഡിൽ ഒരു യോഗം എന്ന തരത്തിലായിരിക്കും നടത്തുക. ക്ഷേമ പദ്ധതികളിൽ തടസ്സം നിൽക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വരിഞ്ഞ് മുറുക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. എന്നിരുന്നാലും ക്ഷേമ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യസമയത്ത് നൽകിക്കൊണ്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തിടെ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ 30 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള 1000 രൂപ പദ്ധതി ഈ ജനുവരിയിൽ തന്നെ നടപ്പിലാക്കും. ഇത് ഗൃഹപ്രവേശനത്തിന് മുമ്പ് ആദ്യ ഗഡു വിതരണം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. സർക്കാർ പദ്ധതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ അത് ജനങ്ങൾക്ക് അനുഭവിച്ചു എന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും അത്തരമൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടാകുക എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആദ്യ അപേക്ഷകളിൽ തീരുമാനം എടുത്ത് ആദ്യഘട്ട വിതരണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനും ജനുവരി മാസത്തേത് വലിയ താമസമില്ലാതെ വിതരണം ചെയ്യും. 20-ന് ശേഷം ഏത് ദിവസവും ക്ഷേമ പെൻഷൻ വിതരണവും ഉണ്ടാകാം. 2000 രൂപ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എത്തും. മാത്രമല്ല, ജനുവരി അവസാന ആഴ്ചയിലോ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ നടക്കുന്ന ബജറ്റിൽ പെൻഷൻ വർധനവ് വീണ്ടും പ്രഖ്യാപിച്ചേക്കും. സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞ 2500-ലേക്ക് എത്തിക്കാൻ 400 രൂപയുടെ വർധനവാണ് നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ബജറ്റിൽ കരുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരം. ഇതിന്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ശമ്പള പരിഷ്കരണം അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ ഉടനെ അപേക്ഷ നൽകണമെന്ന് കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. 2025 അവസാനിച്ച് 26 പുതുവർഷം വരവേൽക്കാനിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. പുതുവർഷത്തിൽ നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പ്രധാനമായും കരാറുകൾ, ആധാർ, പാൻ പോലുള്ള തിരിച്ചറിയൽ രേഖകൾ, ബാങ്കിംഗ്, നികുതി, വസ്തുതർക്കങ്ങൾ, ഡിജിറ്റൽ ഇടപാടുകൾ, സൈബർ സുരക്ഷ, പുതിയ നിയമങ്ങൾ എന്നിവ ശ്രദ്ധിക്കണം. വീട് പുതുക്കുമ്പോൾ കരാറുകാരുമായി നിയമക്രമം നിശ്ചയിക്കുന്നത് പോലെ സാമ്പത്തിക ഇടപാടുകളിലും നിയമപരമായ രേഖകളിലും കൃത്യമായ സമയപരിധിയും വ്യവസ്ഥകളും പാലിക്കേണ്ടത് പ്രധാനമാണ്. നിയമപരമായ പ്രശ്നങ്ങളില്ലാതെ പുതുവർഷം തുടങ്ങാൻ ഇത് നമ്മെ സഹായിക്കുകയും ചെയ്യും. പ്രാഥമികമായും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തേത് നികുതിയും നിക്ഷേപങ്ങളും. ആദായ നികുതി ലാഭിക്കാനുള്ള നിക്ഷേപങ്ങൾ, ELSS ടാക്സ് ഫ്രീ ബോണ്ടുകൾ, പുതുവർഷത്തിൽ ആരംഭിക്കുന്ന പുതിയ നിക്ഷേപ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. രണ്ടാമതായി ബാങ്ക് അക്കൗണ്ടുകൾ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ
ലോണുകൾ, ക്രെഡിറ്റ് കാർഡുകൾ എന്നിവയുടെ ഡീറ്റെയിൽസ് പുതുക്കുക. KYC ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ അവ പൂർത്തീകരിക്കുക. ബാങ്കിൽ നിന്നും വന്നിട്ടുള്ള സന്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. മറ്റൊന്ന് വസ്തു ഇടപാടുകളാണ്. വസ്തു സംബന്ധമായ രേഖകൾ, കരം അടയ്ക്കൽ, പ്രോപ്പർട്ടി ടാക്സ് എന്നിവ കൃത്യമായി പൂർത്തീകരിക്കുക. 2025-26 സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കുക. അതിനു മുമ്പ് ഈ വർഷത്തെ നികുതിയും മറ്റു കാര്യങ്ങളും അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് KYC ആണ്. ആധാർ, പാൻ കാർഡ് എന്നിവയുടെ KYC അപ്ഡേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അവ ചെയ്യുക. ആധാർ കാർഡിൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് KYC അപ്ഡേഷൻ ചെയ്യേണ്ടത്. ആധാർ കാർഡ്, പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ലൈസൻസുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയവയുടെ കാലാവധി പരിശോധിക്കുക. എക്സ്പയറി ഡേറ്റിന് മുമ്പ് പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓൺലൈൻ ഇടപാടുകൾ, പാസ്വേഡുകൾ മാറ്റുക, ഫാക്ടർ ഒതന്റിക്കേഷൻ ഉപയോഗിക്കുക എന്നിവ ഓൺലൈൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് കരാറുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാടക കരാറുകൾ, വീട് പുതുക്കിപ്പണിയലുമായി ബന്ധപ്പെട്ട കരാറുകൾ എന്നിവ കൃത്യമായി ഉണ്ടാക്കുക. സർവീസ് കരാറുകൾ, പുതിയ സർവീസ് എടുക്കുമ്പോൾ കരാറിലെ വ്യവസ്ഥകൾ ശ്രദ്ധയോടെ വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തും സംസ്ഥാനത്തും വരുന്ന പുതിയ നിയമങ്ങളാണ്. പുതുവർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങൾ, അതായത് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, ഇവയെല്ലാം അറിയുക. പ്രധാനമായും ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. സംസ്ഥാനത്ത് നേറ്റിവിറ്റി കാർഡ് വരികയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വന്നിരിക്കുകയാണ്. മറ്റ് മാറ്റങ്ങളുമുണ്ട്. ഇതൊക്കെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അടുത്തത് ആരോഗ്യവും ഇൻഷുറൻസുമാണ്. ഇൻഷുറൻസ് പോളിസികൾ, നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി പുതുക്കുക, പുതിയ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക. ഇൻഷുറൻസ് പോളിസികളിലെ എല്ലാ വ്യവസ്ഥകളും മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ കൃത്യമായി നീക്കുക. ഇത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് സർക്കാർ ആനുകൂല്യങ്ങൾ പറ്റുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പുതിയ നിയമങ്ങളെക്കുറിച്ച് അറിയുക, അതിന് അപ്ഡേഷനുകൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ചാനലിലൂടെ ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ, PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളുടെയും എല്ലാവിധ അപ്ഡേഷനുകളും കൃത്യമായി നൽകാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പദ്ധതി ഗുണഭോക്താക്കൾ തങ്ങളുടെ ആനുകൂല്യം കൃത്യമായും മുടങ്ങാതെയും ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അവയെല്ലാം യഥാസമയം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്തെ പുതിയ മദ്യം ബ്രാൻഡിക്ക് പുതിയ പേര് നിർദ്ദേശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം. ഇതോടൊപ്പം 10,000 രൂപയുടെ സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്കാണ് 10,000 രൂപ ലഭിക്കുക. ജനുവരി 7 വരെ മലബാർ distilleries@gmail.com എന്ന വിലാസത്തിലേക്ക് പേരും ലോഗോയും അയക്കാവുന്നതാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുത്തനെയുള്ള ഇടിവാണുണ്ടായത്. ഇന്ന് ഗ്രാമിന് 280 രൂപയും പവന് 2240 രൂപയും കുറഞ്ഞു. ഇതോടെ 1 ലക്ഷത്തിന് മുകളിൽ പോയ സ്വർണ്ണവില താഴെ ഇറങ്ങി. 1,03,500 മുകളിലെത്തിയ സ്വർണ്ണവില ഇന്ന് 99,880 രൂപയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ